ബിഗ് ബോസ് സീസൺ 7 ഇതിൻ്റെ പ്രൊമോ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഞെട്ടിപ്പിക്കുന്ന പ്രൊമോകളാണ് ഇപ്രാവശ്യം വരുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയിലെ ട്രെയിലർ പോലെ തോന്നിപ്പിക്കുന്ന പ്രൊമോകളൊക്കെയാണ് ഇപ്രാവശ്യം. ഒരു മാറ്റമുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന പ്രൊമോകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രൊമോ തന്നെ നമ്മളെ ഞെട്ടിപ്പിച്ചായിരുന്നു. ലാലേട്ടൻ്റെ ലുക്കും ബ്ലാക്കുമായിട്ട് ലാലേട്ടൻ വന്നിറങ്ങുന്നത്, ഒരു എന്താ പറയുന്നത്, മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തിയല്ല ലാലേട്ടനുമൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രൊമോയും വന്നു കഴിഞ്ഞപ്പം അതൊക്കെ പോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പ്രൊമോകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾ കൂടുകയാണ്. ഈ പ്രൊമോയിൽ എടുത്തു പറയുന്നത് മുൻകാല കാലങ്ങളിൽ ചില മത്സരാർത്ഥികൾ നടത്തിയ ചില പ്രകടനങ്ങളുണ്ട്. ചിലവർ എന്താ പറയുന്നത്, കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾ കണ്ടായിരുന്നു, ഗെയിം കളിക്കാതെ ഒഴിഞ്ഞു മാറി സേഫായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കണക്കറ്റ് പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രൊമോ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടുപേര് അത് ലവ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവൾ പാവമാണ്, അവളൊന്നും പറയേണ്ട ലാലേട്ട എന്ന് പറയുന്ന ചിലവരുണ്ട്. അത് കഴിഞ്ഞ സീസണിലും നമ്മൾ കണ്ടു. അവരെയും പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ് ലാലേട്ടൻ ഞാൻ എന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് കാര്യസാധിക്കുന്ന ചിലരുണ്ട്. അവരെയും പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു, ഒരാൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞ് ആ സീസൺ അവസാനിപ്പിക്കുന്നത്. അവസാനം ലാസ്റ്റ് നിമിഷം വരെ അവർ വന്നു എന്നുള്ളതാണ്. അതും നമ്മൾ കണ്ടു. ആ വ്യക്തിയെടുത്ത് ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട്, ഇതൊരു ഗെയിം ഷോയാണ്, അതിനകത്തൊരു ഗെയിം ഷോ കളിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കുണുവാവ ഡയലോഗ് ലാലേട്ടൻ അവിടെ പ്രയോഗിക്കും. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡായിരിക്കും എനിക്ക് തോന്നുന്നു കുണുവാവ എന്ന്. അത് ലാലേട്ടനെ കൊണ്ട് ഈ പ്രൊമോയ്ക്കത് പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ട്രോളുന്നുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിനെ തന്നെ ഏഷ്യാനെറ്റുകാരെ തന്നെ ട്രോളും. അവസാനം ലാലേട്ടനെ തന്നെ ട്രോളുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് അവതാരകനായ ലാലേട്ടനോട് മോഹൻലാലിൻ്റെ ആ കഥാപാത്രം തന്നെ പറയുന്നു, നിങ്ങളെയും കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് പറയുമ്പം ലാലേട്ടനെ തന്നെ ട്രോളുന്നു, അവതാരകനായ ലാലേട്ടനെ ട്രോളുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗെയിമിനെ പറ്റി പറയുന്നു. ഈ അംഗനവാടി പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമൊന്നും അല്ല ഇപ്രാവശ്യം വേണ്ടത്. കമ്മിറ്റി അംഗങ്ങളോട് പറയുകയാണ്, മികച്ച ഗെയിം വേണം. അത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നിയ കാര്യങ്ങൾ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ് ഈ സീസണിൻ്റെ തുടക്കം നന്നായി എന്ന് ഞാൻ പറയാനുള്ള കാരണം. കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് തോന്നി ചിലവർ ഒഴിഞ്ഞു മാറിയിരുന്ന് കരയുന്നു, ഒറ്റപ്പെടലിൻ്റെ ഈ സീസണായിട്ട് മാറുന്നു. അങ്ങനെയുള്ളവരൊക്കെ സേഫായിട്ട് കളിച്ച് മുന്നേറുന്ന കാര്യം നമ്മൾ കണ്ടു. അതുപോലെ രണ്ട് ജോഡികളായിട്ട് വന്ന് അവർ രണ്ടുപേരും കളിച്ച് മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ചിലർ ഗെയിമിന് വേണ്ടി മാത്രമായിട്ട് കളിച്ച്, ഗെയിമിലൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡായിരിക്കും, പക്ഷേ ഗെയിമിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല, ഒഴിഞ്ഞു മാറി നിൽക്കുക. ഇതുപോലെ ഗെയിം ഷോ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഗെയിം ഷോ ആയിരിക്കണം. അങ്ങനെയുള്ളവർ സേഫായിട്ട് ഫൈനലിലൊക്കെ എത്തുന്നത് നമ്മൾ കണ്ടു. മറ്റൊരു കൂട്ടരാണ് ലാലേട്ടനെ സുഖിപ്പിച്ച് കാര്യം സാധിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ചിലരുണ്ട്. അതുപോലെ ലാലേട്ടനെ പറ്റി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത്, ലാലേട്ടന് അല്പം കൂടെ ആക്റ്റീവാവണം എന്ന് പറയുന്ന ഇച്ചിരിയും കൂടെ ഫയർ ആവണം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് അങ്ങനെ പെട്ടെന്നൊരു ഫയറാകാൻ ലാലേട്ടന് പറ്റുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാലും ലാലേട്ടനെ പകരമായിട്ട് വേറെ ഒരാളെ ചിന്തിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന സീസണിനെ പറ്റി. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ ആരുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യം. ഈ സീസൺ തന്നെ മാറിപ്പോകും അല്ലേ? പിന്തുണ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷോ ആയതുകൊണ്ടാണ് ആദ്യത്തെ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത്.
പിന്നെ ആ ഫീഫണിലെ മത്സരാർത്ഥികളുടെ പ്രകടനം ആശ്രയിച്ചിരിക്കും ആ ഫീഫൺ വിജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഫീഫൺ ലാലേട്ടനും അല്പം കൂടെ സ്ട്രോങ് ആകണം എന്ന് മോഹൻലാലിൻ്റെ ബ്ലാക്കും ഇട്ട് വരുന്ന കഥാപാത്രം മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നന്നാകാനുണ്ട് എന്ന് പറയുന്നിടത്താണ് ഈ പ്രൊമോയുടെ വിജയമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ, ബിഗ് ബോസ് ടീം തന്നെ ഈ ഗെയിമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് എന്തോ ഗെയിമാണ്, ബലൂൺ ചവിട്ടിപ്പൊടിക്കുന്നു. അതുപോലെ വേറെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കൊടുത്ത് അല്പം കൂടെ ഊർജ്ജഫലമാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വീഴുന്ന സീസൺ ആയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തിലോട്ട് കവളൊന്നും തല്ലിപ്പൊട്ടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ക്ഷമ വേണം. അതുപോലെ എന്തും സഹിക്കാനും എന്തും ക്ഷമിക്കാനും തയ്യാറായാണല്ലോ അകത്തോട്ട് പോകുന്നത്. അല്ലാതെ പുറത്ത് നിന്നത് ഒരു ഗെയിം, അകത്ത് ചെന്നിട്ട് വേറൊരു ഗെയിം, എല്ലാവരും കൂടെ കൂടി ആലോചിച്ചൊരു ഗെയിം. ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരിക്കുമ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഗ്രൂപ്പായിട്ട് ആൾക്കാർ നിന്ന് മറ്റുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയുള്ള തന്ത്രം. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകും, അകത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ലെങ്കിലും പുറത്ത് നിൽക്കുന്ന നമുക്ക് മനസ്സിലാവുകയും അതിനെതിരായിട്ട് നമ്മൾ ഗെയിം കളിക്കും പുറത്ത് നിന്നുകൊണ്ട്. ആ ഗെയിമാണ് ഇതിൻ്റെ ഒരു വിജയം. അപ്പോൾ അകത്ത് കയറുന്ന പലരും ഇപ്പം ഫയറാകും, ഇപ്പം കാട്ടുതീയാവും, പടർന്നു വന്നിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കഴിഞ്ഞ സീസണിലും കണ്ടു യാതൊരു ഫയറും ആയില്ല. പക്ഷേ ഇനിയും തിരഞ്ഞെടുക്കുന്ന, ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർക്ക് ഒരു കാരണവശാലും പാടിച്ച പറ്റരുത് എന്ന് പറയും. ഇവരെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, അകത്തോട്ട് വിട്ടു, അവർ പറ്റിയതല്ല എങ്കിൽ അവരെ പിൻവലിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ബിഗ് ബോസ് ടീം കണ്ടെത്തണമെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ആളുകളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് പുതിയ ആൾക്കാരെ തിരഞ്ഞെടുത്തു പോയി. കഴിഞ്ഞ സീസണിൽ തന്നെ മിക്കവാറും ആൾക്കാരും ഇതിന് പ്രയോജനപ്പെട്ടതല്ല. ഈ ബിഗ് ബോസിന് തന്നെ ഒരു നേട്ടം ഉണ്ടാക്കാത്ത ആൾക്കാരായിരുന്നു. എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. കഴിഞ്ഞ സീസൺ ഓർത്തിരിക്കാനേ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഗബ്രിയും ജാസ്മിനും ഒരു ജിൻഡോയും ഇവരൊക്കെ തന്നെ ഉള്ളായിരുന്നു നമ്മുടെ മനസ്സിൽ. പിന്നെ റോക്കിയും ഫിജോയും തമ്മിലുള്ള അടി. ഫിജോ ഈ അടിക്ക് മുമ്പ് വളരെ സ്ട്രോങ് ആയിട്ടിരുന്ന ഫിജോ അടി കഴിഞ്ഞതിന് ശേഷം വെറും ഈ പടക്കമായി മാറുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ, അതുപോലെ സീരിയൽ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുമ്പം അതും വ്യക്തമായിട്ട് നമ്മൾ അവരെ സംബന്ധിച്ച് അവരുടെ ഗ്ലാമർ നഷ്ടപ്പെടാനും പാടില്ല. പുറത്തിറങ്ങിയാലും അവരെ ആരും കുറ്റം പറയാനും പാടില്ല. അങ്ങനെയുള്ള ഫേസ് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ കുറച്ച് ആരാധകരുണ്ട്, അവർ നിലനിർത്തിക്കൊണ്ട് പോകും എന്ന ഉദ്ദേശത്തിലാണ് ഇവർ വരുന്നത്. പിന്നെ കുറച്ച് കാശ് വേണം. അങ്ങനൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു സ്ട്രോങ് ആയിട്ട് കളിക്കുന്നവരെ, സീസൺ 4 പോലെ, സീസൺ 1 പോലെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു കൂട്ടം മത്സരാർത്ഥികൾ വരികയും അന്യോന്യം ഏറ്റുമുട്ടുകയും നല്ല ഗെയിമും ഒക്കെ ഉണ്ടെങ്കിൽ ലാലേട്ടൻ അല്പം കൂടെ സ്ട്രോങ് ആയിട്ട് മോഹൻലാലിൻ്റെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ അവതാരകനായ മോഹൻലാലിലേക്ക് വരുമ്പോൾ അല്പം കൂടെ സ്ട്രോങ് ആയി ഒരു മംഗലശ്ശേരി നീലകണ്ഠനോ ജഗന്നാഥനോ ഒക്കെ ആയി അവതരിക്കുകയാണെങ്കിൽ അങ്ങനെ ഈ സീസൺ പൊളിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 7 ഇവരുടെ ഡയലോഗ് പോലെ തന്നെ 7ൻ്റെ പണി ഞാൻ തരുമേ എന്ന് ലാലേട്ടൻ്റെ ഡയലോഗുണ്ട്. വേണ്ടി വന്നാൽ ഞാൻ മുണ്ടും മടക്കി കുത്തും മീശയും പിരിക്കും എന്ന് ലാലേട്ടൻ്റെ ഡയലോഗിലാണ് ഈ പ്രൊമോ അവസാനിക്കുന്നത്. ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് ടീമിനും ലാലേട്ടന് തന്നെയോ തങ്ങൾക്ക് എവിടൊക്കെ തിരുത്തലുകൾ വേണ്ടത് എന്ന് അവർ നേരത്തെ തന്നെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കിയത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ മികച്ചൊരു സീസൺ നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആ സീസണിന് വേണ്ടി കാത്തിരിക്കാം. ബിഗ് ബോസ് സീസൺ 7.